if the product of two consecutive positive integers is 132. If only the larger one is increased by 3, the new product will be dash. A 165, B 140, C 210, D 186. അപ്പം എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? രണ്ട് കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ പ്രോഡക്റ്റ് 132 ആണ്. അതിലെ ലാർജർ വണ്ണിൻ്റെ കൂടെ 3 കൂടെ കൂട്ടിയാൽ പുതിയ പ്രോഡക്റ്റ് എത്രയായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം അതിനുവേണ്ടി നമുക്ക് ആ കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സിൻ്റെ അടുത്തടുത്തുള്ള ഇൻറ്റിജേഴ്സാണ്. ഇൻറ്റിജേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ വ്യത്യാസമായിരിക്കില്ല. അപ്പോൾ ആ നമ്പേഴ്സ് നമുക്ക് എക്സ് എന്നും x+1 എന്നും എടുക്കാം. അതിൻ്റെ പ്രോഡക്റ്റാണ് 132 തന്നേക്കുന്നത്. അപ്പോൾ x×x+1 132 ആണ്. x×x+1 ഇൻറ്റു ചെയ്യുക, എക്സ് കൊണ്ട് x+1 ഇൻറ്റു ചെയ്യുക, x×x² x×1 x. ഈ 132 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. -132 = 0. അപ്പോൾ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായിട്ട് മാറി. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് സോൾവ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കാം. ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ഇവിടെ 3 ടേമാണുള്ളത്. ഫസ്റ്റ് ടേം പെർഫെക്റ്റ് സ്ക്വയറാണ്. അപ്പം മിഡിൽ ടേം, അതായത് ഫസ്റ്റ് ഡിഗ്രി ടേം ആയ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. ഇവിടെ പ്രത്യേകിച്ച് കോഎഫിഷ്യൻ്റ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അവിടുത്തെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. പ്രോഡക്റ്റ് -132 ആണ്. അപ്പോൾ രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ +1ഉം അവ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ -132 വരണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ +1 വരണം, ഇൻറ്റു ചെയ്യുമ്പോൾ -132 വരണം. നമ്പേഴ്സ് ആരൊക്കെയാ? +12ഉം -11ഉം. +12ഉം -11ഉം ആഡ് ചെയ്താൽ +1 വരും. +12ഉം -11ഉം ഇൻറ്റു ചെയ്താൽ 132 വരും. അപ്പോൾ നമ്പേഴ്സ് +12ഉം -11ഉം ആവും. അപ്പോൾ നമ്മൾ ഈ 1x എന്നുള്ളതിനെ മാറ്റിയിട്ട് എങ്ങനെ മാറ്റുന്നു? ഇപ്പോൾ പറഞ്ഞ +12ഉം -11ഉം ചേർത്ത് പറയുന്നു. അപ്പോൾ +12x -11x എന്നാക്കുന്നു 1xന് പകരം. കറക്റ്റാണല്ലോ? 12x നിന്ന് 11x കുറച്ചാൽ 1x തന്നെ കിട്ടുന്നത്. അപ്പോൾ x² + 12x -11x -132 = 0. ആദ്യത്തെ രണ്ട് ടേമിലും കോമൺ ആയിട്ട് x എടുക്കാം. അപ്പോൾ x×x+12. അടുത്ത രണ്ട് ടേമിലും കോമൺ ആയിട്ടൊരു മൈനസ് ഉണ്ട്, പിന്നെ ഒരു 11 കോമൺ എടുക്കാം. അപ്പോൾ -11 × x+12 = 0. ഇനി ഈ രണ്ട് ടേമിൽ നിന്നും കോമൺ ആയിട്ട് x+12 എടുക്കാം. അപ്പോൾ x+12 കോമൺ ഫാക്ടറാക്കി എടുക്കുമ്പോൾ പിന്നെ വരുന്നത് x -11. അപ്പോൾ x+12 × x -11 = 0. രണ്ട് നമ്പറുകളുടെ പ്രോഡക്റ്റ് 0 ആയാൽ ഒന്നുകിൽ ഫസ്റ്റ് നമ്പർ 0 ആയിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് നമ്പർ 0 ആയിരിക്കും. അപ്പോൾ x+12 = 0 ഓർ x -11 = 0. x+12 0 ആണെങ്കിൽ എക്സിൻ്റെ വില +12 റൈസിലേക്ക് കൊണ്ടുവരുന്നത് -12 ആകുന്നു. ഇവിടുന്ന് -11 റൈസിലേക്ക് കൊണ്ടുവരുന്നത് +11 ആകുന്നു. അപ്പോൾ എക്സിൻ്റെ വില -12 കിട്ടി, +11 കിട്ടി. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. അപ്പം x -12 എന്ന് പറയുന്നത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നമ്പർ x 11. അപ്പം നമ്പേഴ്സ് പോസിറ്റീവ് ആയതുകൊണ്ടാണ് എക്സിന് 11 എന്ന് എടുത്തത്. ഇനി നമ്മുടെ ഒറിജിനൽ നമ്പേഴ്സ് രണ്ട് കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആണല്ലോ 132 പറഞ്ഞത്. അപ്പോൾ അതിൽ എക്സ് കിട്ടി 11, അടുത്തത് 11 + 1 12. അപ്പോൾ നമ്മുടെ ഒറിജിനൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 11ഉം 12ഉമാണ്. ഇതിലെ വലിയ നമ്പർ 12 ആണ്. ആ വലിയ നമ്പറിൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ പുതിയ പ്രോഡക്റ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ നമ്പറായ 12 3 ആഡ് ചെയ്താൽ 12 + 3 15. ആ 15നെ ഫസ്റ്റ് നമ്പർ 11 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 165. അപ്പോൾ ആൻസർ ഏതാണ്? 165 ആണ്. 165 എന്ന് പറയുന്നത് ഇതിലെ എ ഓപ്ഷനാണ്. അപ്പോൾ എ ആണ് ആൻസർ.